ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നിങ്ങൾ കുറച്ച് നാളായിട്ട് എന്നോട് പറഞ്ഞിരുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. ജാസ്മിൻ ഫ്ലവറിൻ്റെ വീഡിയോ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബഡ്സ് ഇല്ലാണ്ട് നമ്മൾ ഫ്ലവർ മാത്രം ചെയ്യുന്നത് ശരിയല്ലല്ലോ, നമുക്ക് തുടക്കം മുതൽ തന്നെ പഠിച്ചു പോവാം. അപ്പോൾ ഇത് നമ്മൾ ആർട്ടിഫിഷ്യലും നമ്മുടെ ഒറിജിനൽ ജാസ്മിൻ ബഡ്സും ആണ്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കിടന്ന ഇതിൽ ഒറിജിനൽ ഏതാ ആർട്ടിഫിഷ്യൽ ഏതാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിൽ നമുക്കിതൊന്ന് ചെയ്ത് പഠിച്ചാലോ. ആദ്യം നമുക്ക് മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോമിറാൻ ഷീറ്റാണ്. ഫോമിറാൻ എന്നാണ് അതിൻ്റെ പറയുക കേട്ടോ. നമ്മുടെ സാധാരണ ഫോം ഷീറ്റോ ഫെൽറ്റ് ഷീറ്റോ അല്ല. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 0.8 mm ആണ്. അതിൽ കൂടുതലുള്ള തിക്നെസ് നമ്മൾ എടുക്കരുത്. 0.8 mm തന്നെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഐവറി കളറാണ് നമ്മൾ ഫ്ലവറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ഒലീവ് ഗ്രീനാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ വാങ്ങിക്കണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ഒരു മോൾഡ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് ഇതുപോലത്തെ കാർഡ്ബോർഡിലാണ് നമ്മൾ ഒരു 2.5 ഇഞ്ച് നീളവും വീതിയിലുള്ള ഒരു സ്ക്വയർ ഷേപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ബഡ്സ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഫ്ലവറൊക്കെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ മെഷീനൊക്കെ അവൈലബിൾ ആണ്, പഞ്ചിങ് മെഷീനൊക്കെ. അപ്പോൾ ഇത് ബഡ്സിന് വേണ്ടി നമ്മൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി മെഷീൻ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിലൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തു അതിൻ്റെ 2 സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. 2 അറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ പെറ്റൽസ് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒരു വട്ടം വരച്ചു കൊടുക്കുക. ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വരണം. ഇനി ഇതിൻ്റെ ഈ 2 വരയുടെ ഉള്ളിലെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ആ സെൻറ്റർ നോക്കിയിട്ട് പിടിക്കുക. ഒരെണ്ണം വരച്ച് കഴിഞ്ഞാൽ അതുമെന്ന് തന്നെ അടുത്തതും സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 4 മൂലയ്ക്കേക്കും വരച്ചു കൊടുക്കുക. 4 പെറ്റൽസിൻ്റെ ഒക്കെ നമുക്ക് മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടും ഫ്ലവറിൻ്റെ. അതായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ഒരു 2.5 ഇഞ്ചിലൊക്കെ നമുക്ക് കിട്ടണം. എങ്കിലാണ് നമുക്കത് കറക്റ്റ് ആ ഒരു ബഡ്സിന് സൈസ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റ് ആ ഒരു വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവറിനെ നമ്മൾ വേറെ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ബഡ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അതുപോലെ കനകാമ്പരമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഈ ഒരു ജാസ്മിൻ്റെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ മിസ്സാക്കണ്ട, വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്താൽ മതി. യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. ഇനി നമ്മൾ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. പെൻസിലൊന്നും വെച്ച് മാർക്ക് ചെയ്യരുത്. കാരണം പെൻസിലിൻ്റെയൊക്കെ ഷേപ്പ് വന്നാൽ ഫ്ലവറിൽ അത് കാണിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നിങ്ങൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഇർക്കിലോ ഒരുപാട് പ്രസ് ചെയ്ത് മാർക്ക് ചെയ്യരുത്. ഇത് പെട്ടെന്ന് ഈ ഒരു ഷീറ്റ് കീറിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ഒന്ന് ഇതുപോലെ വരച്ചു കൊടുക്കുക. പെട്ടെന്ന് ഇതുമ്പോൾ ഇംപ്രഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ചു ലൈറ്റായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേണം ബഡ്സ് അതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൈയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വർക്ക് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ജാസ്മിൻ ബഡ്സിനും ഫ്ലവറിനും ഒക്കെ ഇത്രയും റേറ്റ് വരുന്നത്. നമ്മൾ മെഷീൻ വെച്ച് ചെയ്താലും നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്താലും നമുക്ക് കുറച്ച് പണി വരുന്നുണ്ട്. മെഷീൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റതിലൊക്കെ കുറേ പെറ്റൽസൊക്കെ വേഗം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതുപോലത്തെ മോൾഡൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവറിനും ഒക്കെ നല്ല റേറ്റ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ യൂസിന് വേണ്ടിയിട്ടായാലും ചെയ്തെടുക്കാൻ പറ്റും. മെറ്റീരിയൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെയൊക്കെ സെയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരു ലെയർ ഫുള്ള് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 8 എണ്ണമാണ് കേട്ടോ നമുക്ക് ഒരു ലെയറിൽ ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റുന്നത്. ഫ്ലവറിൽ വ്യത്യാസം വരും. ബഡ്സാണ് ഞാൻ പറയുന്നത്. ഫ്ലവർ നമുക്ക് ഒരു ഷീറ്റിൽ നിന്ന് ഒരു 50 ഫ്ലവറൊക്കെ മിനിമം കിട്ടാറുണ്ട്. അത് ഓരോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലും വ്യത്യാസങ്ങൾ വരും. ഇതിപ്പോൾ ബഡ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലെയറിൽ നമുക്ക് 8 എണ്ണം കിട്ടും. അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് നമുക്ക് വരച്ച് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതേ നമ്മൾക്ക് ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ലൈറ്റായിട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു ഇംപ്രഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആ രീതിയിൽ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റിൽ കട്ട് ചെയ്ത് മാറ്റാം. അതാണ് എളുപ്പം. എങ്കിലേ നമുക്കത് കറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റിൽ വന്ന് നിൽക്കുന്ന ആ ഒരു സൈഡിൽ കറക്റ്റ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചിൽ ഇതുപോലെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ വരച്ചു കൊടുത്തിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. ഏതാണോ നമുക്ക് എളുപ്പം ആ രീതിയിൽ ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ മോൾഡ് ചെയ്തെടുത്ത പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ കറക്റ്റ്
കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്നിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മൾ ആ ഒരു മോൾഡ് വെച്ച് വരച്ചത് കറക്റ്റ് നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ പതുക്കെയൊക്കെ ചെയ്യാവൂ. പെട്ടെന്നൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഷീറ്റ് കറക്റ്റ് കീറി പോവുകയൊക്കെ ചെയ്യും. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല 8 ഫ്ലവർ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് 2 മെത്തേഡിൽ ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിനൊന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മളിതുപോലെ ഒരു അയൺ ബോക്സ് വെച്ചിട്ട് അതുപോലെ വെച്ച് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ തട്ടി കൊടുക്കുക. ഒരുപാട് ചൂടാവൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് നമ്മൾ വിട്ടുപോരും. ആ ഒരു രീതിയിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. നമ്മൾ ആ ടൂത്ത് പിക്ക് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മുടെ ഫ്ലവറും ഇതുപോലെ തന്നെ ഹീറ്റ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അത് വല്ലാതെ ചെറുതായി പോകും കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ 2 രീതിയിൽ നമ്മൾ നമ്മുടെ ബഡ്സ് ചെയ്തെടുക്കുന്ന മെത്തേഡ് നമുക്ക് തെർമോക്കോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഒരെണ്ണം നമ്മൾ വെറുതെ ഒറ്റയ്ക്ക് വെറുതെ തെർമോക്കോളൊന്നും വയ്ക്കാതെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടും കുറച്ചും കൂടി പെർഫെക്ഷനും തോന്നിയത് തെർമോക്കോൾ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. തണ്ട് ശരിയാക്കിയിട്ട് നമുക്ക് ബഡ്സിലേക്ക് പോവാം. അപ്പോൾ തണ്ട് ഞാനിത് ഒലീവ് ഗ്രീൻ്റെ ഫോമറിൻ ഷീറ്റാണ്. ഇതൊരു 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. അതിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ തണ്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അത് ഇതുപോലെ കട്ട് ചെയ്തതിൽ സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ സെൻറ്ററിൽ കുറച്ച് വെക്കാവോ. അതിന് ശേഷം ജസ്റ്റ് നമ്മൾ ആ സെൻറ്ററിന് ഒന്ന് ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുക. പ്രസ് ചെയ്യുന്നില്ല ഞാൻ, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇതുപോലെ റൗണ്ടാക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ടിൽ കിട്ടും. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ തണ്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ് സ്റ്റെം ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് തെർമോക്കോൾ ഇല്ലാതെ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പെറ്റൽസിൻ്റെ അറ്റത്ത് ഇതുപോലെ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള തണ്ട് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുമ്പ് മാത്രം ഒട്ടിക്കാവൂ, നടുക്കൊന്നും ഒട്ടിക്കരുത്. തുമ്പ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഗ്ലൂ ഗണ്ണാണ് ബെറ്റർ കേട്ടോ. നമുക്ക് B7000 വെച്ച് ചെയ്യാം, പക്ഷേ നല്ല പോലെ ടൈം എടുക്കും അത് ഒട്ടിക്കിട്ടാനായിട്ട്. അപ്പോൾ ഏറ്റവും എളുപ്പം ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗൺ വെച്ചാൽ ഒട്ടും വിട്ടു പോവില്ല കേട്ടോ. തണ്ടിനൊക്കെ എളുപ്പമാണത്. ഇനി ഇതേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് നമ്മൾ ആ സെൻറ്ററിൽ ഒട്ടിച്ചതുമ്പോഴേക്ക് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുമ്പ് മാത്രമേ നമുക്ക് ഗ്ലൂ വെച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇത് എനിക്ക് തോന്നിയത് ഇതിനേക്കാളും നല്ലത് തെർമോക്കോൾ വെച്ച് ചെയ്യുന്നതാണ്. അതാവുമ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാനും, അതുപോലെ ആ ഒരു റിയൽ ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ബഡ്സിൻ്റെ. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഇനി വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഞാൻ അത് മറന്നുപോയി സത്യത്തിൽ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആ ഒരു ബഡിൻ്റെ അതുപോലെ തന്നെ സ്റ്റെം എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്നും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ അതുപോലെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തെർമോക്കോൾ വെച്ച് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ തെർമോക്കോളിൻ്റെ ആ ഒരു പീസ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ആ തെർമോക്കോളിലേക്ക് നമ്മുടെ ഈ 4 പെറ്റലും നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു കറക്റ്റ് സൈസിനുള്ള തെർമോക്കോളാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് തെർമോക്കോളാണ് എടുത്തിരിക്കുന്നത്. ദേ തുമ്പിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു തെർമോക്കോളിലേക്ക് ഗ്ലൂ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നല്ല പെറ്റൽ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. അതാ 4 പെറ്റലും അതിലേക്ക് നമ്മൾ ആ ഒരു തെർമോക്കോളിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ ബഡ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റെമ്മും കൂടി ഒട്ടിച്ചെടുത്താൽ മതി. കണ്ടോ, നമുക്ക് ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയത് എനിക്ക് തെർമോക്കോൾ വെച്ചിട്ടുള്ളതാണ്. ഇനി എങ്ങനെയാണ് സ്റ്റെം ഒട്ടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ സെയിം നമ്മൾ ആ ഒരു ഗ്ലൂ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരുപാട് ഗ്ലൂ വെച്ച് കൊടുക്കരുത്, കുറച്ചൊരു ഗ്ലൂ വയ്ക്കുക, നമ്മുടെ തണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. പെട്ടെന്ന് ഒട്ടിയും കിട്ടും, അതുപോലെ തന്നെ വിട്ടുപോവില്ല. നമ്മൾ വലിച്ചാലൊന്നും വിട്ടുപോവില്ല. അതാണ് നമ്മൾ ഈ ഒരു ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലേക്കും നമുക്ക് ഈ ഒരു തണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം. മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളവർക്ക് ശരിക്കും അനുഗ്രഹമാണ് കേട്ടോ ഈ ഒരു ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ. ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് എനിക്ക് നല്ല രീതിയിൽ മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ മുല്ലപ്പൂ വയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷെ വയ്ക്കാൻ പറ്റില്ല, അതിൻ്റെ സ്മെല്ല് പറ്റില്ല. അങ്ങനെയാണ് ഞാനിത് കണ്ടപ്പോൾ പഠിച്ചെടുത്തത്. നമുക്കിത് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ, ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽസ് വാങ്ങി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. ശരിക്കും പറഞ്ഞാൽ മൈഗ്രെയിൻകാർക്കാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ. കാരണം ഇത് റീയൂസബിൾ ആണ്, അതുപോലെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, മണമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ. ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മുല്ലപ്പൂ ഇല്ലാതെ പോയി നമ്മൾ എത്ര ഒരുങ്ങി പോയിട്ടും ഒരു കാര്യമില്ല അല്ലേ. അപ്പോൾ അവർക്കിത് ഏറ്റവും അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബഡ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒറിജിനലും നമ്മുടെ ആർട്ടിഫിഷ്യലും തമ്മിലൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. അടുത്ത വീഡിയോ മിസ്സാവണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോ.